അപ്പോൾ ചക്കപ്പഴം കഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പോലീസ് വെക്കുമോ? അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് കാര്യം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യം എന്നുള്ളത് നമ്മുടെ റിയൽ ലൈഫിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം വെച്ചിട്ടാണ്. അത് നമ്മുടെ KSRTC ഡിപ്പോയിൽ വെച്ചിട്ട്. ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു KSRTC ഡ്രൈവർ അവർക്ക് ഈ ഡ്രൈവിങ്ങിന് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആൽക്കഹോൾ ബ്രെത്ത് അനാലിസിസ് ടെസ്റ്റ് ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ ഒരു ഡ്രൈവർ ഇതുപോലെ തന്നെയുള്ള മറ്റേ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പുള്ള ടെസ്റ്റിംഗ് ചെയ്തപ്പോഴത്തേക്കും മദ്യം കഴിച്ചതുപോലുള്ള ബീപ്പ് അടിച്ചു അനലൈസറിൽ. അപ്പോഴത്തേക്കും പ്രശ്നമായി. മദ്യപിച്ചിട്ട് വന്നതുപോലെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല, വേണമെങ്കിൽ എൻ്റെ രക്തം തന്നെ ഇത് പരിശോധിച്ചോളൂ, ഞാൻ രാവിലെ ചക്കപ്പഴം കഴിച്ചായിരുന്നു, അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതും പറയുകയും ചെയ്തു. അപ്പോൾ കൂടെ തന്നെ വേറെയുള്ള 2 ഡ്രൈവർമാരും അവരും ഈ ചക്കപ്പഴം കൊണ്ടുവന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവർ ടെസ്റ്റ് ചെയ്തപ്പോഴും വീണ്ടും ബീപ്പ് അടിച്ചു മദ്യം കഴിച്ചതുപോലുള്ള. അപ്പോഴാണ് ഈ സംഭവം വെളിയിൽ വരുന്നത്. അപ്പോൾ ഇതിലുള്ള കാരണം അല്ലെങ്കിൽ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായി പഴുത്ത ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ, അതായത് ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും വാഴപ്പഴമാണെങ്കിലും ഇതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. മാത്രമല്ല ഈ അമിതമായി പഴുത്ത ഫ്രൂട്ട്സിൽ കുറച്ച് ഈസ്റ്റ് കണ്ടൻറ്റും കാണും. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓറൽ കാറ്റ് മൗത്തിൽ അല്ലെങ്കിൽ വായ്ക്കകത്ത് വെച്ചിട്ട് ഈ ഷുഗേഴ്സ് കുറച്ച് ആൽക്കഹോളായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടാം ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴി അല്ലെങ്കിൽ പുളിപ്പിക്കൽ വഴി. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്തതായിരിക്കാം ഈ ഡ്രൈവർമാരുടെ കാര്യത്തിലും സംഭവിച്ചത്. അപ്പോൾ അവർ കഴിച്ചപ്പോഴത്തേക്കും അത് വായ്ക്കകത്തോട്ട് ഒട്ടിയ ഷുഗേഴ്സ് അത് ആൽക്കഹോൾ ജനറേറ്റ് ചെയ്യും, അത് ബീപ്പ് അടിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇനി ചക്കപ്പഴം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ചിലപ്പോൾ പോലീസ് നോക്കിയേക്കാം. പ്രമേഹമുള്ളവർ അമിതമായി ചക്കപ്പഴം കഴിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ ഡോക്ടറും നോക്കിയേക്കാം. അപ്പോൾ നിങ്ങളുടെ ചക്കക്കൊതിയന്മാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.